നിങ്ങൾ പോകില്ല കേട്ടോ. രണ്ട് കാര്യം എനിക്ക് പറയാനുണ്ട്. ജീവിതത്തിൽ ഒരുപാട് ടെൻഷനൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ട് അല്ലേ? സങ്കടങ്ങൾ ഒരുപാട് പറയുന്നവരുണ്ട്. ശരിക്കും എന്തിനാ ടെൻഷൻ? സ്വർഗത്തിലെ നിധി നിന്റെ കയ്യിലിരിക്കുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട വലിയ കാര്യമുണ്ടോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വർഗത്തിലെ നിധിയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. കൻസും മിൻ കുനൂസിൽ ജന്ന. സ്വർഗത്തിലെ നിധി ഏതാണത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മനസ്സറിഞ്ഞൊന്ന് പറഞ്ഞേ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒന്നുകൂടെ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹ്ക്കല്ലാതെ ഒരു കഴിവില്ല എന്നാണ് അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആശയം. കഴിവ് മുഴുവൻ ആർക്കാണ്? അള്ളാഹുവിനാണ്. അപ്പോൾ അതിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഗതി ഉണ്ട്. ഞാൻ എന്തൊക്കെയാണെന്നുള്ളൊരു ഭാവം നമ്മുടെ മനസ്സിലില്ലടാ, അല്ലേ? അങ്ങനെയില്ലേ? എനിക്ക് വീടുണ്ട്, എനിക്ക് മറ്റതുണ്ട്, ഇതൊന്നും എൻ്റെതല്ല എന്നുള്ള തിരിച്ചറിവാണ് ലാഹൗലയിലുള്ളത്. വെറുതെ എങ്ങനെ ചൊല്ലാനല്ല, തിരിച്ചറിവാണ് അല്ലേ? എനിക്കൊന്നുമില്ല, ഉള്ളത് മുഴുവൻ എൻ്റെ റബ്ബിന് മാത്രമാണ്. ഞാൻ അവൻ്റെ ഒരു അടിമയാണ്. അൽഹംദുലില്ലാഹ്, ഞാൻ അവൻ്റെ ഒരു അടിമയാണ്. ആ ബോധ്യമാണ്. ആ ബോധ്യത്തിൽ ലാ ഹൗല ഒന്ന് ചൊല്ലി നോക്ക്. ചൊല്ലി ലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈലാ. തഴപുസ്തകം പാടിയില്ലേ? അത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. ലാ ഹൗല ഈ ബോധ്യത്തിൽ പതിവാക്കി നോക്കിയേ. ഒരു 11 ഡെയിലി ചൊല്ലിയാൽ മതി. അതിലേറെ ചൊല്ലാൻ പറ്റുമെങ്കിൽ അൽഹംദുലില്ലാഹ്, ടെൻഷനൊക്കെ അങ്ങ് മാറി നിൽക്കും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ടെൻഷൻ മാറാൻ മറ്റൊരു വഴിയുണ്ട്. എന്താണെന്നറിയോ? ഈ റീല് മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഒരാൾ കണ്ടാലേ അയാളത് ലൈഫിൽ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അയാളുടെ ടെൻഷൻ മാറാൻ സഹായിച്ചതിൻ്റെ പേരിൽ അല്ലാഹ് നമ്മുടെ ടെൻഷൻ നീക്കി തരും അല്ലേ? മറ്റൊരാൾ നമ്മൾ സഹായിച്ചാൽ ഏത് വിഷയത്തിലാണോ നമ്മൾ സഹായിക്കുന്നത്, ദ്വാരക്കുന്നത്, അല്ലാഹ് നമുക്ക് തരുമെന്ന്. രണ്ട് കാര്യങ്ങളൊന്ന് ചെയ്തോക്കെ, മനസ്സ് ശാന്തമാകും. അള്ളാഹു ടെൻഷൻ ഫ്രീ ആയ ലൈഫ് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ.